ഇന്നത്തെ വീഡിയോയിലൂടെ നിലവിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കുന്ന കുറച്ച് ലൈഫ് ടൈം ഫ്രീ വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെടാം. നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കവർ ചെയ്യുന്നത്. പല കാർഡുകളെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാർഡുകളാണെങ്കിൽ നമ്മൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാർഡുകളെ പറ്റിയുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ ലഭിക്കും. അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന കാർഡുകളെല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അത് യൂസ് ചെയ്യുന്നവർക്കാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റുക. സോ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഓരോ കാർഡുകളും പരിചയപ്പെടാം. ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിൻ്റെ മൈസോൺ കാർഡാണ്. നോർമലി ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ അല്ല. ഇതിന് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും 500 രൂപ പ്ലസ് GST ആണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഫെബ്രുവരി 28 വരെ സെലക്ടഡ് ചാനൽസ് വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഈ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ലൈഫ് ടൈം ഫ്രീ എന്ന് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ആക്സിസ് ബാങ്ക് മൈസോൺ കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സൊമാറ്റോയുടെ ഡിസ്ട്രിക്ട് ആപ്പ് വഴി നമ്മൾ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ വരുന്നുണ്ട്. നമുക്ക് മാസത്തിൽ ഒരു തവണയാണ് ഈ ഒരു ഓഫർ നേടുവാനായിട്ട് സാധിക്കുക. 2 മൂവി ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൂവി ടിക്കറ്റ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. വാല്യൂ വരുന്നത് അപ് ടു 200 രൂപ വരെയാണ് നമുക്ക് ഒരു മാസം ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക. കൂപ്പൺ കോഡ് വരുന്നത് ആക്സിസ് 200 എന്നാണ്. പിന്നെ വരുന്ന മറ്റൊരു ഓഫർ സ്വിഗ്ഗിയിലാണ്. നമുക്ക് സ്വിഗ്ഗിയിൽ ഇയർലി അപ് ടു 2880 രൂപ വരെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഓഫർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്വിഗ്ഗിയിൽ 500 രൂപയ്ക്ക് മുകളിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 120 രൂപ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. ഒരു മാസത്തിൽ 2 തവണ നമുക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. കൂപ്പൺ കോഡ് വരുന്നത് ആക്സിസ് 120 എന്നാണ്. പിന്നെ മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് നമ്മൾ കാർഡ് അപ്ലൈ ചെയ്തു, കാർഡ് കിട്ടി, 30 ദിവസത്തിനുള്ളിൽ നമ്മൾ കാർഡ് ഉപയോഗിച്ചൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് 1499 രൂപ വർത്താറുള്ള സോണി ലിവിൻ്റെ ഒരു മെമ്പർഷിപ്പ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട്. മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ്. പക്ഷേ സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ മിനിമം 50,000 രൂപയെങ്കിലും നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം. അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വാർട്ടറിൽ നമുക്ക് സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകളിൽ നമുക്ക് ഒരു തവണ കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് ലഭിക്കും. മറ്റൊരു ബെനിഫിറ്റ് വരുന്നത് അജിയോയിലാണ്. അജിയോയിൽ നമ്മൾ 2999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1000 രൂപ ഓഫ് നേടുവാനായിട്ട് സാധിക്കും. സെലക്ടഡ് കാറ്റഗറീസിൽ മാത്രമാണ് ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി ഒരു കാർഡിൻ്റെ റിവാർഡ് പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഓരോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എഡ്ജ് റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 പൈസയാണ്. പിന്നെ ഈ ഒരു കാർഡിൽ ഡൈനിങ് ഡിലൈറ്റ് പ്രോഗ്രാം വരുന്നുണ്ട്. പാർട്ണർ റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ് ടു 15% വരെ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. മാക്സിമം അപ് ടു 500 രൂപ വരെ. മിനിമം സ്പെൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് 2500 രൂപയാണ്. പിന്നെ ഈ ഒരു മൈസോൺ കാർഡിൽ 1% ഫ്യൂവൽ സർചാർജ് വേവർ ആപ്ലിക്കബിൾ ആണ്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 400 രൂപയാണ്. മാക്സിമം 4000 രൂപ വരെയാണ്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ പരമാവധി നമുക്ക് 400 രൂപ വരെ സർചാർജ് വേവറായിട്ട് നേടുവാനായിട്ട് സാധിക്കും. സർചാർജ് മാത്രമേ നമുക്ക് വേവ് ചെയ്ത് കിട്ടൂ. അതിൻ്റെ GST ആപ്ലിക്കബിൾ ആണ്. ഇനി ഒരു കാർഡ് കിട്ടാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ 21 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു കാർഡ് കിട്ടുക. മിനിമം റിക്വയർഡ് സിബിൽ സ്കോർ എന്ന് പറയുന്നത് 735 ആണ്. അതുപോലെ തന്നെ നിലവിൽ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല, സിബിൽ ജനറേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കില്ല. ഓൾറെഡി സിബിൽ സ്കോറൊക്കെ ജനറേറ്റ് ആയി നല്ലൊരു ഹിസ്റ്ററി ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കൂ. പിന്നെ ഇത് സാലറിഡ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ളവർക്കും എടുക്കുവാനായിട്ട് സാധിക്കും. സാലറിഡ് ആയിട്ടുള്ളവരാണെങ്കിൽ മിനിമം മന്ത്ലി സാലറി എന്ന് പറയുന്നത് 15,000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ മിനിമം മന്ത്ലി 25,000 രൂപയെങ്കിലും ഏണിംഗ് ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു കാർഡ് കിട്ടുക. ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ മൈസോൺ കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കിവി ക്രെഡിറ്റ് കാർഡാണ്. കിവി എന്ന് പറഞ്ഞ കമ്പനി ആക്സിസ് ബാങ്കുമായിട്ട് ചേർന്നും അതുപോലെ തന്നെ യെസ് ബാങ്കുമായിട്ട് ചേർന്നും ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നുണ്ട്. ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളാണ് നൽകുന്നത്. പക്ഷേ ഇത് ഡിജിറ്റൽ കാർഡാണ്, ഡിജിറ്റൽ ഓൺലി കാർഡാണ്. നമുക്ക് ഫിസിക്കൽ കാർഡൊന്നും കിട്ടുകയില്ല. ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ബെസ്റ്റ് ഫോർ UPI പേയ്മെന്റ് ആണ്. UPI പേയ്മെന്റിന് കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കാർഡാണ്. മറിച്ചിന് UPI പേയ്മെന്റിനാണ് ഈ ഒരു കാർഡ് കൂടുതൽ ഓഫർ നൽകുന്നത്. ഇതിൽ ബെസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. യെസ് ബാങ്കിൻ്റെ ക്ലിക്ക് കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടുക ഈ ഒരു കിവി പ്ലാറ്റ്ഫോം വഴി. ആ ഒരു കാർഡാണ് ബെസ്റ്റ് ആയിട്ട് വരുന്നത്. നോർമൽ ഇതിൻ്റെ റിവാർഡ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ സ്പെൻഡിങ് ആണെങ്കിൽ വളരെ കുറച്ച് ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. 0.5% ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നോർമൽ സ്കാൻ ആൻഡ് പേ UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് 1.5% ക്യാഷ് ബാക്ക് ആണ് ഈ ഒരു കാർഡിൽ കിട്ടുന്നത്. പക്ഷേ ഇതിന് കൂടുതൽ നമുക്ക് നിയോൺ എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് വരുന്നുണ്ട്. മെമ്പർഷിപ്പിന് ഒരു എമൗണ്ട് ഉണ്ട്. 999 രൂപയാണ് അതിൻ്റെ മെമ്പർഷിപ്പ് എമൗണ്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ കുറച്ച് ടൈം പീരീഡിലേക്ക് നമുക്ക് ഫസ്റ്റ് ഇയർ നമുക്ക് ഫീസ് വേവ് ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷേ നല്ല സ്പെൻഡിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വെർത്താണ്. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ സ്കാൻ ആൻഡ് പേ UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ 1.5% കിട്ടുന്നതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ തന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ 50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 3% ക്യാഷ് ബാക്ക്. അതേപോലെ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 4% ക്യാഷ് ബാക്ക്. പിന്നെ 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ
ചെയ്യുമ്പോൾ നമുക്ക് 5% ക്യാഷ് ബാക്കും കിട്ടും. അതുപോലെ തന്നെ 50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1,00,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1,50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് ഈ ഒരു കിവിയുടെ ക്രെഡിറ്റ് കാർഡ്. സാറ്റിസ്ഫൈഡ് ആണ്. കംപ്ലീറ്റ്ലി നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് കാർഡാണ് മർച്ചന്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു കിവി UPI ക്രെഡിറ്റ് കാർഡിനെ പറ്റി ചെയ്ത വീഡിയോകളുടെ എല്ലാ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു പുതിയ വീഡിയോ കൂടി ഉടനെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു കിവി ക്രെഡിറ്റ് കാർഡിൻ്റെ ഇതുവരെയുള്ള എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഞങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് മർച്ചന്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനുള്ള ക്രെഡിറ്റ് കാർഡാണ് നോക്കുന്നതെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ് ഈ ഒരു കിവിയുടെ റൂപേ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇത് കിട്ടാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ 25 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. മിനിമം റിക്വയർഡ് സിബിൽ സ്കോർ എന്ന് പറയുന്നത് 720 മുകളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ഈ ഒരു കാർഡ് കിട്ടുകയില്ല. മിനിമം റിക്വയർഡ് സാലറി എന്ന് പറയുന്നത് ആനുവലി 3 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാവണം. അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഇങ്ങനെയൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിലും സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും കാർഡ് കിട്ടാറുണ്ട്. കാരണം ഞാൻ എടുത്തിട്ടുണ്ട് കാർഡ്, ഈ ഒരു കാർഡ്. അപ്പോൾ എനിക്ക് സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഈ ഒരു കാർഡ് കിട്ടിയത്. സോ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും കാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൺസിഡർ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാർഡാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മില്ലേനിയ എന്ന് പറയുന്നത്. കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് എൻട്രി ലെവൽ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ലൈഫ് ടൈം ഫ്രീ ആണ്. പ്രത്യേകിച്ച് ജോയിനിങ് ഫീസ് ഇല്ല, അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാർഡ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ 5,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ വർത്തുള്ള ഒരു ബ്രാൻഡ് വൗച്ചർ കിട്ടും. പിന്നെ 1% ഫ്യൂൾ സർചാർജ് വെയ്വർ ആപ്ലിക്കബിൾ ആണ്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 200 രൂപയാണ്. മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 5,000 രൂപയാണ്. ഇതിനുള്ളിൽ ഫ്യൂൾ അടിച്ച് കഴിഞ്ഞാൽ 1% സർചാർജ് വേവ് ചെയ്ത് കിട്ടും. മാക്സിമം ഒരു ബില്ലിംഗ് സൈക്കിളിൽ 200 രൂപ വരെ നമുക്ക് ഇങ്ങനെ വേവർ നേടാം. പക്ഷേ GST വേവ് ചെയ്ത് കിട്ടുകയില്ല. പിന്നെ റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം 20,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മളുടെ ബർത്ത്ഡേയിൽ നമുക്ക് ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. ഇനി ഒരു മാസം 20,000 രൂപയിൽ താഴെ മാത്രമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് മാത്രമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്, ഇൻഷുറൻസ് കാറ്റഗറി ആണെങ്കിലും ഓരോ 150 രൂപക്കും ഒരു റിവാർഡ് പോയിന്റ് ആയിരിക്കും കിട്ടുക. പിന്നെ നമുക്ക് റിവാർഡ് പോയിന്റിന് പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റോ അങ്ങനെയൊന്നും വരുന്നില്ല. റിവാർഡ് പോയിന്റിന് ഇപ്പോൾ നിലവിലൊരു റിഡംഷൻ ചാർജ് ആപ്ലിക്കബിൾ ആണ്. മുൻപ് റിഡംഷൻ ചാർജ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. നിലവിൽ ഓരോ തവണ നമ്മൾ ഈ ഒരു റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോഴും 99 രൂപ പ്ലസ് GST റിഡംഷൻ ചാർജ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഈ ഒരു കാർഡിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് റെയിൽവേ ലോഞ്ച് ആക്സസ് ആണ് വരുന്നത്. നമുക്ക് സെലക്ടഡ് റെയിൽവേ ലോഞ്ചുകൾ ക്വാർട്ടർലി 4 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പക്ഷേ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഈ ഫെബ്രുവരി 20 മുതൽ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ മാസം 20,000 രൂപയെങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് മന്തിൽ ഈ ഒരു കോംപ്ലിമെൻ്ററി റെയിൽവേ ലോഞ്ച് ആക്സസ് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഈ ഒരു കാർഡിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് IDFC ഫസ്റ്റ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ IDFC ഫസ്റ്റ് ബാങ്കിന് പല ബ്രാൻഡുകളുമായിട്ടും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് മിന്ത്ര, ടാറ്റ ക്ലിക്ക്, 1MGയിലൊക്കെ നമുക്ക് 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട്, പിന്നെ ഷുഗർ കോസ്മെറ്റിക്സ്, പിന്നെ സൊമാറ്റോയിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ യാത്ര, അദാനി വൺ, ഗോയിബിബോയിലൊക്കെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഓഫേഴ്സൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കുറേയേറെ ബ്രാൻഡ് ഓഫേഴ്സൊക്കെ നമുക്ക് ഈ ഒരു കാർഡിൽ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ സാലറിഡ് ഉള്ളവർക്കും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മിനിമം റിക്വയർഡ് ഇൻകം എന്ന് പറയുന്നത് മന്ത്ലി 25,000 രൂപ, ആനുവലി 3 ലക്ഷം രൂപയുടെ ഒരു ഇൻകം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ഏജിന് ഒരു വ്യത്യാസമുണ്ട്. 25 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഇപ്പോൾ നിലവിൽ എടുക്കുവാൻ സാധിക്കുന്ന മറ്റൊരു ലൈഫ് ടൈം ഫ്രീ വേരിയന്റ് ക്രെഡിറ്റ് കാർഡാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ടൈഗർ ക്രെഡിറ്റ് കാർഡ്. അതും ഇപ്പോൾ സെലക്ടഡ് ചാനൽസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ ബെനിഫിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ റിവാർഡ് പോയിന്റ് ശോകമാണ്. നമുക്ക് നല്ല സ്പെൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിവാർഡ് പോയിന്റ് ആക്ച്വലി വെറുത്താക്കി മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കൂ. അപ് ടു 6 റിവാർഡ് പോയിന്റ് വരെ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. പക്ഷേ അത് സ്ലാബ് വൈസ് മൾട്ടിപ്ലെയർ ആണ് ഇതിനകത്ത് വരുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓരോ സ്ലാബും നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റും. ഈ ഒരു കാർഡിനെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ മനസ്സിലാക്കാനായി കഴിയും. ഇതിൻ്റെ മറ്റു ഹൈലൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫോറക്സ് ചാർജ് വരുന്നത് 1.5% മാത്രമാണ്. നോർമലി ക്രെഡിറ്റ് കാർഡുകളിലേക്ക് ഫോറക്സ് ചാർജ് 3.5% പ്ലസ് GST ആണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് 1.5% പ്ലസ് GST മാത്രമാണ് വരുന്നത്. പിന്നെ ഈ ഒരു കാർഡിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. അത് ഡൊമസ്റ്റിക് ലോഞ്ചും വരുന്നുണ്ട്, ഇന്റർനാഷണൽ ലോഞ്ചും വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ലോഞ്ച് ആണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി 2 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇന്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി പാസ് കിട്ടും. അതുവഴി നമുക്ക് ഇന്ത്യക്ക് വെളിയിലുള്ള ലോഞ്ചുകൾ നമുക്ക് 2 തവണ സൗജന്യമായിട്ട് ഒരു വർഷം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു മൂവി ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി നേടുവാനായിട്ട് സാധിക്കും. വാല്യൂ അപ് ടു 500 രൂപ വരെയാണ് നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ 4 തവണ കോംപ്ലിമെൻ്ററി ആയിട്ട് ഗോൾഫ് കോഴ്സ് ആക്സസ് വരുന്നുണ്ട് പെർ ഇയർ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ സാലറിഡ് ആണെങ്കിൽ മന്ത്ലി 20,000 രൂപയെങ്കിലും ഇൻകം ഉണ്ടായിരിക്കണം. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ മന്ത്ലി ഇൻകം 30,000 രൂപ മിനിമം ഉണ്ടായിരിക്കണം. ഏജ് വരുന്നത് 21 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കുന്ന ലൈഫ് ടൈം ഫ്രീ വേരിയൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് RBL ബാങ്കിൻ്റെ ഷോപ്രൈറ്റ് ക്രെഡിറ്റ് കാർഡ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ലൈഫ് ടൈം ഫ്രീ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതർവൈസ് ഇതിനകത്ത് നമുക്ക് ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും ആപ്ലിക്കബിൾ ആണ്. ആനുവലി ഇതിന് 500 രൂപ പ്ലസ് GST ആണ് നോർമൽ ചാർജ് വരുന്നത്. അത് വേവ് ചെയ്യാനായിട്ട് നമ്മൾ ആനുവലി 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ സെലക്ടഡ് ചാനൽസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ മുകളിൽ LTF എന്ന് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു കാർഡിൻ്റെ ബെനിഫിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസറി കാറ്റഗറിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ 100 രൂപയ്ക്ക് നമുക്ക് 20 റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. സോ നമുക്ക് 5% വാല്യൂ ബാക്കാണ് ഗ്രോസറി കാറ്റഗറിയിൽ കിട്ടുന്നത്. പക്ഷേ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. നമുക്ക് ഒരു മാസം മാക്സിമം 1000 റിവാർഡ് പോയിന്റാണ് നേടുവാനായിട്ട് സാധിക്കുക. അതായത് 250 രൂപ വരെയാണ് നമുക്ക് മാക്സിമം ക്യാഷ് ബാക്ക് ആയിട്ട് നേടുവാനായി കഴിയുക. മറ്റ് നോർമൽ സ്പെൻഡിംഗ് ആണെങ്കിൽ റിവാർഡ് പോയിന്റ് ഷോവാണ്. ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റ് മാത്രമാണ് കിട്ടുന്നത്. നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ സെറ്റിലായി 45 ദിവസത്തിനുള്ളിലായിരിക്കും നമുക്ക് കിട്ടിയ റിവാർഡ് പോയിന്റ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക. പിന്നെ നമുക്ക് ബുക്ക് മൈ ഷോയിൽ 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. നമുക്ക് വർഷത്തിൽ 15 തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ് ടു 100 രൂപ വരെയാണ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക. ഫ്യൂൽ സർചാർജ് വേവർ വരുന്നുണ്ട്. ട്രാൻസാക്ഷൻ എമൗണ്ട് 500 രൂപയ്ക്കും 4000 രൂപയ്ക്കും ഇടയിലായിരിക്കണം. മാക്സിമം ഒരു ബില്ലിംഗ് സൈക്കിളിൽ 100 രൂപ വരെയാണ് നമുക്ക് വേവ് ചെയ്ത് കിട്ടുക. പിന്നെ നമുക്ക് സൊമാറ്റോ, സ്വിഗ്ഗി, സൊപ്റ്റോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട്സ് ഈ ഒരു കാർഡിൽ വരുന്നുണ്ട്. റിവാർഡ് പോയിന്റിന് ഒരു റിഡംഷൻ ചാർജ് വരുന്നുണ്ട്. റിവാർഡ് പോയിന്റ് നമ്മൾ ഓരോ തവണ റിഡീം ചെയ്യുമ്പോഴും 99 രൂപ പ്ലസ് GST ആപ്ലിക്കബിൾ ആണ്. ഇനി ഒരു കാർഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ 21 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. മിനിമം റിക്വയർഡ് സിബിൽ സ്കോർ എന്ന് പറയുന്നത് 720 മുകളിൽ ഉണ്ടായിരിക്കണം. സാലറിഡ് ഉള്ളവർക്കും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സാലറി ആണെങ്കിൽ മിനിമം മന്ത്ലി 25,000 രൂപ ഉണ്ടായിരിക്കണം. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ITR എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല, ഓൾറെഡി വേറെ ലോണോ ക്രെഡിറ്റ് കാർഡോ ഒന്നും ഇല്ല, ക്രെഡിറ്റ് ഹിസ്റ്ററി ജനറേറ്റ് ആയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കാർഡ് എടുത്താൽ അപ്ലൈ ചെയ്താൽ കിട്ടുകയില്ല. ആ ഒരു കാര്യം ഓർക്കുക. സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കുന്ന ലൈഫ് ടൈം ഫ്രീ വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകൾ. ഇത് കൂടാതെ ഏതെങ്കിലും കാർഡ് വേരിയന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാർഡുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി